കോൺഗ്രസിൽ നിന്നും കൂറുമാറി കരുണാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ ശോഭനാമ്മ പഞ്ചായത്തി രാജ് സംവിധാനങ്ങളെ അട്ടിമറിച്ച് CPM നേതാവിന് അഴിഞ്ഞാടാൻ കളമൊരുക്കുന്നതായി പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ. പാർട്ടിയുടെ ഏരിയ സെക്രട്ടറിയാകാൻ പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം രാജിവെച്ചു പോയ നേതാവ് ഇപ്പോൾ കരുണാപുരം പഞ്ചായത്തിലെ സൂപ്പർ പ്രസിഡന്റ് എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിനെ നോക്കുകുത്തിയായി നേതാവ് കാര്യങ്ങൾ തീരുമാനിക്കുകയാണ്. ഇന്നലെ ഇദ്ദേഹവും പഞ്ചായത്ത് സെക്രട്ടറിയും തമ്മിൽ വാക്പോരുണ്ടായി. പഞ്ചായത്തിലെ പ്രോജക്ട് അസിസ്റ്റന്റ് തസ്തികയിൽ ജോലി ചെയ്യുന്ന ആളെ പിരിച്ചുവിട്ട് കോഴ വാങ്ങി മറ്റൊരാളെ നിയമിക്കാനുള്ള നീക്കം സെക്രട്ടറി വിസമ്മതിച്ചതോടെയാണ് നേതാവും സെക്രട്ടറിയും തമ്മിൽ വാക്കേറ്റമുണ്ടായത്. പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തെങ്കിലും പ്രോജക്ട് അസിസ്റ്റന്റിനെ മാറ്റാൻ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നിരിക്കെ ഇതൊന്നുമില്ലാതെ പ്രസിഡന്റ് ഇയാളെ നീക്കം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് പിഞ്ചുകുട്ടികളുടെ ഉച്ചഭക്ഷണത്തിലും മറ്റും ക്രമക്കേട് നടത്തിയതായും അംഗങ്ങൾ ആരോപിച്ചു. LDF-നോടൊപ്പം ചേർന്ന് കൂറുമാറിയ ശോഭനാമ്മ പ്രസിഡന്റ് എന്ന നിലയിൽ പഞ്ചായത്ത് രാജ് സംവിധാനങ്ങളെ അട്ടിമറിച്ച് പാർട്ടി നേതാവിന് അഴിഞ്ഞാടാനുള്ള കളമൊരുക്കി കൊടുത്തിരിക്കുകയാണ് കരുണാപുരത്ത്. പഞ്ചായത്തിലെ രാഷ്ട്രീയ ഇടപെടലിൽ ജീവനക്കാരെല്ലാം അസ്വസ്ഥരും അമർഷത്തിലുമാണ്. പ്രസിഡന്റും സെക്രട്ടറിയും തങ്ങളുടെ സീറ്റിലുള്ളപ്പോഴും ഏരിയ സെക്രട്ടറിയാണ് ജീവനക്കാരോട് കയർക്കുന്നത്. ജീവനക്കാർ പറയുന്നത് ഇവർക്ക് സ്വസ്ഥമായി ജോലി ചെയ്യുവാൻ കഴിയുന്നില്ല, ജീവനക്കാരെല്ലാം രോക്ഷാകുലരാണ്. ഇന്നും രാവിലെ ഒരു 10 മണിക്ക് ശേഷം പഞ്ചായത്തിലെത്തിയ ഏരിയ സെക്രട്ടറി പഞ്ചായത്ത് സെക്രട്ടറിയെ അസഭ്യങ്ങൾ പറയുകയും അവിടെ ജീവനക്കാരുൾപ്പെടെ കുറച്ച് സമയത്തേക്ക് ജോലി ചെയ്യാതിരിക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവനക്കാർക്ക് പ്രതികരിക്കാൻ മേലെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇവർ കണ്ണൂരോട്ടോ കാസർഗോഡോ ഒക്കെ സ്ഥലം മാറ്റും. കാരണം ഭരണമുണ്ടല്ലോ. അപ്പോൾ ഭീഷണിയാണ്. ഈ ഭീഷണി മൂലം ജീവനക്കാർക്ക് ഈ നേതാവിനെതിരെ പ്രതികരിക്കാൻ പോലും പറ്റുന്നില്ല. 1.5 വർഷം പഞ്ചായത്ത് മെമ്പറും അതോടൊപ്പം തന്നെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിരുന്ന ഈ നേതാവ് പാർട്ടിയിൽ ഉയർന്ന സ്ഥാനം ലഭിച്ചപ്പോൾ ജനങ്ങൾ നൽകിയ ഈ മെമ്പർ സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം പോയി ഏരിയ സെക്രട്ടറി ആയി. ഇപ്പോൾ വീണ്ടും LDF-ന് അട്ടിമറിയിലൂടെ ഭരണം ലഭിച്ചപ്പോൾ വീണ്ടും ജനാധിപത്യ സംവിധാനത്തെ മുഴുവൻ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം. ഇത് സാക്ഷര കേരളത്തിന് അപമാനമാണ്. എല്ലാ പഞ്ചായത്തിലും രാഷ്ട്രീയ പ്രതിനിധികളാണുള്ളത്. പക്ഷേ ഇതുപോലെ രാഷ്ട്രീയപരമായ ഒരു ഇടപെടൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇടുക്കി ജില്ലയിൽ ഈ പഞ്ചായത്തിൽ മാത്രമാണ്. കരുണാപുരത്തെ ജനങ്ങളെ പരിഹസിക്കുകയും പഞ്ചായത്ത് കമ്മിറ്റിയെയും സ്റ്റിയറിംഗ് കമ്മിറ്റിയെയും സ്റ്റാൻഡിംഗ് കമ്മിറ്റികളെയും എല്ലാം നോക്കുകുത്തികളാക്കിക്കൊണ്ടുള്ള പ്രവർത്തനമാണ് കരുണാപുരത്ത് നടത്തുന്നത്. അപ്പോൾ ജനങ്ങൾ അവിടെ വന്നാൽ അവർക്ക് കൃത്യമായ സേവനങ്ങൾ ലഭ്യമാകുന്നില്ല. എല്ലാ ഏരിയ സെക്രട്ടറി തീരുമാനിക്കും ഓരോ ജീവനക്കാരോടും. അപ്പോൾ ഇതിലെല്ലാം രസകരമായ ഒരു സംഭവം, കഴിഞ്ഞ ദിവസം ഏരിയ സെക്രട്ടറി വന്നപ്പോൾ പ്രസിഡന്റിൻ്റെ മേശപ്പുറത്ത് ബെല്ലില്ല. അപ്പോൾ ഏരിയ സെക്രട്ടറിയുടെ മേശപ്പുറത്ത് കണ്ട് ബെല്ല് വെച്ചു. 2 പ്രാവശ്യം ബെല്ലടിച്ചു. ഇവരിത് കേട്ടില്ല. അപ്പോൾ അകത്തി എന്ന് പ്രസിഡന്റിനെ ബഹുമാനിക്കുന്നില്ല, ബെല്ലടിച്ചത് കേട്ടില്ല പോലും. നിങ്ങൾ എന്താണ് പ്രസിഡന്റിന് ബെല്ല് കൊടുക്കാത്തത്? ഇപ്പോൾ പ്രസിഡന്റ് ഇരിക്കുന്ന സൈഡിൽ തന്നെ ചേർന്ന് തന്നെ ഭിത്തിയിൽ സ്വിച്ച് ബോർഡിൽ ബെല്ലുണ്ട്, പോളിംഗ് ബെല്ല് ഉണ്ട്. അപ്പോൾ ജീവനക്കാർ പറഞ്ഞു ഇത് ബെല്ലല്ലേ? അപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ആ സ്വിച്ച് ബോർഡിൽ ബെല്ലിൻ്റെ പടമുണ്ട്. അപ്പോൾ പ്രസിഡന്റ് പറയുന്നത് ഇത് ബെല്ലാണെന്ന് എനിക്കാരും പറഞ്ഞു തന്നിട്ടില്ല, ഇതും ജീവനക്കാരുടെ കുറ്റം. അപ്പോൾ അത്ര വിചിത്രകരമായ ഒരു സംഭവമാണ് കരുണാപുരത്ത് നടക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രൊജക്ട് അസിസ്റ്റന്റിനെ പിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം എടുത്തു. കുറച്ച് നാളായി ആ കുട്ടിക്ക് പുതുക്കി കൊടുക്കുന്നില്ല. കമ്മിറ്റിയിൽ അജണ്ടയിൽ വെച്ചിട്ട് അത് മാറ്റിവെക്കുന്നതിന് കാരണം പറയുന്നത് ആ കുട്ടി അപേക്ഷ നൽകിയിട്ടില്ല, ഇതെല്ലാം നൽകിയിട്ട് ഒരു മാറ്റിവെക്കുകയാണ് ചെയ്യുന്നത്. ഇവർ കുറച്ച് ഇങ്ങനെ ഈ കുട്ടിയെ പുതുക്കി കൊടുക്കാതെ ഇങ്ങനെ മാറ്റിവെച്ചു. അങ്ങനെ അപ്പോൾ ആ ഗ്രാമപഞ്ചായത്തിൽ 2011 മുതൽ 2021 മുതൽ ജോലി ചെയ്തിരുന്ന താൽക്കാലിക ജീവനക്കാരിയാണ്. അപ്പോൾ ഇതിനെ പിരിച്ചുവിടുന്നത് പകരം കോഴ വാങ്ങി തന്നെ ആളെ നിയമിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഈ പ്രൊജക്ട് അസിസ്റ്റന്റുമാർക്ക് 2021 നിയമിച്ച പ്രൊജക്ട് അസിസ്റ്റന്റുമാർക്ക് ആവശ്യമായ ട്രെയിനിങ്ങുകളും കാര്യങ്ങളും ഗവൺമെന്റ് നൽകിയിരുന്നു. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. ടെക്നിക്കൽ അസിസ്റ്റന്റിന് അംഗൻവാടി വർക്കറായിരുന്ന ശോഭനാമ്മ കുട്ടികൾക്ക് പച്ചക്കറികൾ നൽകാതെ എല്ലാ മാസവും വൗച്ചർ സമർപ്പിച്ച് പണം കൈപ്പറ്റിയിരുന്നു.
പ്രീ സ്കൂൾ കിറ്റിൽ നൽകിയ കളിയുപകരണങ്ങൾ അംഗൻവാടിയിൽ കാണാത്തതിനെ തുടർന്ന് വകുപ്പുതല അന്വേഷണം നടത്തുകയും ഇതിന്റെ വിലയായ 3000 രൂപയും പച്ചക്കറി ഇനത്തിൽ കൈപ്പറ്റിയ തുകയും തിരിച്ചടയ്ക്കാൻ ICDS നോട്ടീസ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഹാജരാകാതിരുന്ന ദിവസങ്ങളിൽ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയ ഇടപെടൽ മൂലം ജീവനക്കാർക്ക് ജോലി ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഫണ്ട് വിനിയോഗത്തിൽ UDF അംഗങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നു. നവകേരള സദസ്സ് പോലെ ആഡംബരമായ പഞ്ചായത്തിലെ ഓണാഘോഷം നടത്താൻ പാർട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിനെ എതിർക്കുമെന്നും അംഗങ്ങൾ പറഞ്ഞു. പഞ്ചായത്തിൽ നിന്നും സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭിക്കുന്നില്ല. ജീവനക്കാരെ പാർട്ടി നേതാക്കൾ ഭീഷണിപ്പെടുത്തുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് കമ്മിറ്റിക്കകത്തും പുറത്തും പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ അശ്ലീല ചുവയുള്ള ഭാഷകൾ ഉപയോഗിക്കുന്നു. ഈ സ്ഥിതി തുടർന്നാൽ സമരപരിപാടികൾക്ക് രൂപം നൽകുമെന്ന് അംഗങ്ങളായ മിനി പ്രിൻസ്, PR ബിനു, സുനിൽ പൂതക്കുഴിയിൽ, നടരാജപിള്ള, ആൻസി തോമസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ 52,000-ലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിനെ ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, മീറ്റ്സ്, ഗ്രോസറി, ക്രോക്കറി, ഗിഫ്റ്റ് ഐറ്റംസ്, കിച്ചൺ അപ്ലയൻസുകൾ, ബ്യൂട്ടി പ്രോഡക്റ്റുകൾ, ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു. മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ. ഇനി പലയിടത്തല്ല, എല്ലാം ഒരിടത്ത്. ഹൈറേഞ്ച് ഹൈപ്പർമാർട്ട്, കട്ടപ്പന, ചെറുതോണി, അനക്കര, ഏലപ്പാറ.